ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ഒരുക്കി അവസാനം ഇപ്പം നമ്മുടെ രമ്യ ഹരിദാസ് ആകപ്പാടെ പെട്ടു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന രമ്യ ഹരിദാസിന്റെ ബസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. രമ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? രമ്യ ഹരിദാസിന്റെ ബസ്സല്ല, അവിടെ ഒരു പ്രൈവറ്റ് ബസ് ഓടുകയാണ്. അപ്പൊ ഈ പ്രൈവറ്റ് ബസ് സ്വാഭാവികമായിട്ടും ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സാധാരണ ഒരു ബസ്സാണ്, ലൈൻ ബസ് എന്നൊക്കെ പറയും. ഈ ബസ്സിൽ എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് പ്രചരണമല്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞതല്ലേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് KSRTC ബസ്സിലാണ് ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ ഗ്യാരണ്ടിയുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ രമ്യ ഹരിദാസ് എന്ത് ചെയ്ത്? രമ്യ ഹരിദാസ് കുറെ സ്ത്രീകളെയും വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് സൗജന്യ യാത്ര എന്നുള്ള നിലയിൽ ഇനി കാച്ചാണി വരെ എന്തോ യാത്ര നടത്തി. ഇതാണ് രമ്യ ഹരിദാസ് കാണിച്ചിരിക്കുന്ന അഹമ്മദി എന്ന് പറയുന്നത്. ഇത് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ ഇനി ആവേശം കയറി ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. കാര്യം രമ്യ ഹരിദാസ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് മുൻപ് തന്നെ ശക്തമായ ഒരു എതിർവികാരം ഉണ്ടായിരുന്നു. ആ എതിർവികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലത്തൂരിൽ നിന്ന് ഒരു തവണ MP ആയി അബദ്ധവശാൽ പറ്റിപ്പോയതാണ്. ആ രാഹുൽ ഗാന്ധി വന്ന ട്രെൻഡിനനുസരിച്ച് ഒഴുകി പോയ കൂട്ടത്തിൽ ഒഴുകി കയറി ഒരു പായല് പോലെ പോയ ഒരു MP എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഇല്ല. ഈ 5 വർഷക്കാലം കൊണ്ട് അവിടെ സഭയിൽ പോയിരുന്നിട്ട് എന്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലാവാത്ത ഈ രമ്യ ഹരിദാസ്. ഈ ലോകത്തുള്ള സകലമാന പാർട്ടിക്കാരും ജയിച്ച സമയത്ത് എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് മാത്രം തോറ്റുപോയത്? ഞാൻ ഇതിനു മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞ ഇല്ലേ, ഇൻഹരിയർ എന്ന സിനിമയ്ക്കകത്ത ഒരു സംഭവം. കുവൈറ്റ് യുദ്ധത്തിന് എല്ലാവരും നാട്ടിൽ വന്ന് എന്താ നിന്റെ അച്ഛൻ മാത്രം വന്നില്ലല്ലോ. അപ്പൊ ഇതാ കാരണം എന്ന് പറയുന്ന പോലെ അന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ ട്രെൻഡ് അനുസരിച്ചും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP മാരെല്ലാം ജയിച്ചപ്പോഴും ആരാ തോറ്റുപോയത്? ഇവിടെ ഇവർ തന്നെ തോറ്റുപോയത്. രമ്യ ഹരിദാസ് തോറ്റുപോയി. അതിനുശേഷം ചേലക്കര കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. ചേലക്കര മത്സരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ തോറ്റുപോയി. ആലോചിച്ച് നോക്കിയോളൂ. ഇങ്ങനെ തോറ്റിട്ട് കഴിവില്ലായ്മ കൊണ്ട് തോറ്റാണ് കേട്ടോ. കഴിവുള്ളവരൊക്കെ കയറിപ്പോയി. ഇപ്പൊ K രാധാകൃഷ്ണനെ ഒക്കെ പറഞ്ഞ കയറിപ്പോയ നേതാക്കന്മാരാണ്. ഇപ്പൊ നമ്മൾ വേറെ ഏത് നേതാക്കന്മാരെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. കഴിവുണ്ടായിട്ട് തന്നെയാണ് അവരെല്ലാം കയറിപ്പോയത്. ബാക്കി എന്താ രമ്യ ഹരിദാസ് കയറിപ്പോവാൻ ഞാൻ ഒഴുക്കിനകത്ത് പറ്റത്തില്ല, ഗുണമില്ല. ഇതറിയാവുന്നതുകൊണ്ട് ജനങ്ങൾ ജയിപ്പിച്ചില്ല. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പിടിച്ചടക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കിയല്ലോ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കാർ. ഒറ്റ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയ ഇല്ല. അപ്പോഴും പിന്നെ സിറ്റിംഗ് സീറ്റ് ആകെ പിടിച്ചെടുത്ത ഏതാ? ഇല്ലേ ബേപ്പൂര് നിലമ്പൂരിൽ അങ്ങേര് മറുകണ്ഠം ചാടിയതുകൊണ്ട്. അല്ലെങ്കിൽ അത് പോവില്ലായിരുന്നു, നിലമ്പൂർ സീറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് മാത്രമല്ല സിറ്റിംഗ് സീറ്റ്. അതിനൊക്കെ ഭരണവിരുദ്ധ വികാരം ഒന്നും പറയാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. ഇവിടെ ഈ ചേലക്കരയിൽ നിന്ന് എന്താ ജയിക്കാൻ കഴിയാതെ പോയത്? അങ്ങനെ ചേലക്കരയിലും ജയിക്കാൻ കഴിയാതെ ആലത്തൂരിലും ജയിക്കാൻ കഴിയാതെ കിടന്ന ഒരാളിനെ ഏതോ ചില തൽപര കക്ഷികൾ അവിടെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു. ചിറയൻകീഴുകാരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു. അതാണ് സത്യസന്ധമായി പറഞ്ഞാൽ ചിറയൻകീഴുകാരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തത്. ശരിക്കും അവരാ തീരുമാനിക്കേണ്ടത്. അവര് തീരുമാനിക്കണം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജയിപ്പിച്ചു വിടണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമോ എന്നുള്ള കാര്യം ശരിക്കും ചിറയൻകീഴിലെ ജനങ്ങൾ തീരുമാനിക്കണമെന്നേ. കാര്യം ആ ജനങ്ങൾ മാത്രമല്ല, അവിടുത്തെ പ്രവർത്തകര് അവിടെ ഈ പറയുന്ന പോലെ അവിടെ മറ്റ് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ മറ്റു ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ദളിത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ നിരവധി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ പരിഗണിക്കാതെ ചേലക്കരയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരേണ്ടി വന്നത്? അവർക്ക് അതും നല്ല ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവാണെങ്കിൽ കുഴപ്പമില്ല. അതായത് എവിടെ നിന്നാലും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവിനെ അവിടെ പരിഗണിച്ചിരുന്നെങ്കിലും ചിറയൻകീഴുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം എവിടെ നിന്നാലും തോറ്റുപോകുന്ന ഒരു നേതാവാണ്. അവിടെ അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ആർക്കാ ഇഷ്ടപ്പെടുക? അവസരം കൊടുക്കുന്നെങ്കിൽ തോറ്റുപോകുമെന്ന് ഉണ്ട് എന്ന് കരുതുക. ചിറയൻകീഴ് മണ്ഡലം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അവിടെയുള്ള ഒരു പ്രാദേശിക നേതാവിനല്ലേ അവിടെ സാധ്യത കൊടുക്കേണ്ടത്. ആ പ്രാദേശിക നേതാവിന് സാധ്യത കൊടുക്കാതെ ഇവരെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് രമ്യ ഹരിദാസിന്റെയും ഈ സണ്ണി വക്കീലിന്റെയും കോലം കത്തിച്ചവരാണ് ശരിക്കും അവിടെയുള്ള പ്രവർത്തകര്. ഇവരുടെ കോലം കത്തിച്ചു എന്നേ. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ടായ പ്രതിഭാസങ്ങളാണ്. ഈ വന്ന രമ്യ ഹരിദാസ് ഇതിൽ കൂടുതൽ മണ്ടത്തരം അല്ലെങ്കിൽ ഇതിൽ കുറച്ചെന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് തരവില്ല. അവിടെ ആൾക്കാരെ എന്തോ ഇതിന് എന്താ പറയുക, ഇതിന്റെ പ്രൊമോ അടിച്ചതാ. ശരിക്കും പറഞ്ഞ പ്രൊമോയാണ്, നമ്മൾ പറയത്തില്ലേ പ്രൊമോ അടിച്ചത്. എന്താ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ വൈറലാക്കാൻ നോക്കിയതാ. നമ്മൾ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീകൾക്കെല്ലാം സൗജന്യമായി KSRTC ബസ് യാത്ര നൽകും എന്ന് പറയുന്ന ഒരു ഇതടിക്കാൻ നോക്കിയതാ. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയപ്പോൾ ഒരു ബസ്സിനകത്ത് കുറെ പെണ്ണുങ്ങളെ കയറ്റിക്കൊണ്ട് രമ്യ ഹരിദാസ് പോവാ. തിരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമാ. ഇതൊരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇത് പ്രലോഭനമാണ്. അവിടുത്തെ ആൾക്കാരെ സൗജന്യമായിട്ട് അതും പ്രൈവറ്റ് ബസ്സിനകത്ത് ആൾക്കാരെ കടത്താൻ പാടില്ല. ബസ്സും പിടിച്ചെടുത്തു. ആ പാവപ്പെട്ട ബസ് മുതലാളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസ്സുകാരനെ പോട്ടെന്ന് വിചാരിക്കുക.
അല്ലാത്ത ഒരാളാണെങ്കിൽ ആലോചിച്ച് നോക്കുക അയാളുടെ മാനസികാവസ്ഥ. ബസ് ഈ ഇലക്ഷൻ പ്രചരണത്തിന് കൊടുത്തതാ, ഒരു അബദ്ധം പറ്റിപ്പോയി, ബസ്സും പോയി. ഇതാ പ്രശ്നം. ഈ മണ്ടത്തരം കാണിക്കുക എന്ന് പറയും. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കോളൂ, ഈ രമ്യ ഹരിദാസ് ഇങ്ങനെ കള്ളക്കളി അല്ലെങ്കിൽ ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വേറെ ചില മണ്ഡലങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവുന്നേ, കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ ആറന്മുള അബിൻ വർക്കിയെ കൊണ്ട് കെട്ടിയിറക്കിയതാണ്. അതിനെതിരെ എന്തെല്ലാം പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കെ മുരളീധരന് പിന്നെ പാലക്കാട്ടുകാർക്ക് വേണം എന്ന ആവശ്യം ഉണ്ടായിരുന്നല്ലോ. പാലക്കാട് ഇപ്പം പിന്നെ പിഷാരടി മത്സരിക്കുന്ന ആരുടെ നെഗളിപ്പില? ഷാഫി പറമ്പിലിന്റെ നെഗളിപ്പില. അവിടെ കൊണ്ടുവന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടാണ് പിഷാരടിയെ മത്സരിപ്പിക്കുന്നത്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതിനകത്ത്? എനിക്ക് തോന്നുന്നില്ല അവിടെ എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന്. അപ്പം ഇപ്പം നമ്മൾ പഴകുളം മധു, അതാണ് കോമഡി. പഴകുളം മധു ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാട്ടിറക്കി. ഈ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വിവാദം ധാരാളമായി നടന്നതാണെന്നേ. അന്ന് ഈ പറയുന്ന പോലെ സ്വാമിയെ അയ്യപ്പോ എന്ന് പറയുന്ന ആ പാട്ടിനെ വികൃതവൽക്കരിച്ചുകൊണ്ട് ഏതോ ഒരാളെ ജിദ്ദയിലോ മറ്റോ അങ്ങോട്ട് ഇരുന്നിട്ട് എഴുതിയ ഒരു പാട്ട്, എന്തോ ഒരു കുഞ്ഞബ്ദുള്ള, ആ പുള്ളി എഴുതിയ പാട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ ട്യൂൺ ചെയ്ത് ഇതങ്ങ് പ്രചരിപ്പിച്ചു. എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പാട്ടിനി ഹിറ്റാവും. അങ്ങനെ കോന്നിയിലുള്ള അങ്ങനെ അങ്ങ് എടുത്തു. പഴകുളം മധു ഈ സാധനം എടുത്തിട്ട് ഇപ്പൊ പരാതി പോയിട്ടുണ്ട് പഴകുളം മധുവിനെതിരായിട്ട്. കാര്യം ഇത് അവിടുത്തെ എന്താ പിന്നെ ഈ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ ഞാൻ എന്തോ വലിയ അഡ്വക്കേറ്റാണ്, ഞാൻ അങ്ങ് മലമറിക്കുമെന്ന്. ഇതിനെക്കാട്ടി വലിയ അഡ്വക്കേറ്റ് സുപ്രീം കോടതി പോയി 10 ലക്ഷം രൂപ ഫൈൻ മേടിക്കാൻ പോകാൻ വേണ്ടി തിരിച്ചു വന്ന ആരാ? നമ്മുടെ മാത്തിക്കുഴൽനാട്. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. അപ്പം ഇങ്ങനെ ഈ പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ പഴകുളം അതിന് വൃത്തിയായിട്ട് അറിയാം. കോന്നിയിലുള്ള ഒരുത്തനാണ്, അടൂരുള്ള ഒരുത്തനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവരുടെയൊക്കെ നേതാവാണ് അടൂർ പ്രകാശ്, ഇവരുടെ UDF കൺവീനർ ആണെന്നേ. ആ കൺവീനർ ആന്റോ ആന്റണിയോ പത്തനംതിട്ടക്കാരൻ MP ആണ്. അപ്പൊ അവരുടെ 2 MP ഇതിനകത്ത് പെട്ടു. അപ്പൊ ഈ പെട്ടുപോയതിൽ നിന്ന് പഴകുളം മധു വിചാരിച്ച് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴകുളം മധു നൈസായിട്ട് ഈ പോറ്റിയെ കയറ്റിയ പാട്ടിറക്കിയതാ. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ പോറ്റിയെ കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഈ പറയുന്ന ഈ അടൂർ പ്രകാശ് പെടുമെന്നുള്ള കാര്യം അറിയുന്നില്ല. ഒരു ആപ്പാട് 1 കിലോ ഈത്തപ്പഴം മേടിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂർ പോയ മണ്ടനാണ് ഈ അടൂർ പ്രകാശ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അങ്ങേര് ഒരു കവറിനകത്തിട്ട് ഇച്ചിരി ഈന്തപ്പഴം കൊടുത്തെന്നാ പറയുന്നത്. ആര്? നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ 1 കിലോ അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ഈന്തപ്പഴം, ഒരു 10 ഈന്തപ്പഴം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി ഫോട്ടോ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന മഹാനാണ്. ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ പിന്നെ ഈ പാട്ട് കാരണം എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് വരെ പ്രശ്നം ഉണ്ടായി, ഈ സോണിയാഗാന്ധിക്ക് പ്രശ്നം ഉണ്ടായി, ഈ സഭയ്ക്കകത്ത് സോണിയാഗാന്ധിക്ക് കേസെടുക്കണമെന്ന് വരെ പരാമർശം ഉണ്ടായി. ആര് കാരണം ഉണ്ടായത്? ഈ പറയുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കാരണമല്ലേ? അല്ലെങ്കിൽ പിന്നെ അടൂർ പ്രകാശ് കാരണമല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്റോ ആന്റണി കാരണമല്ലേ? ഇവരൊക്കെ കാരണമല്ലേ ആ പാവപ്പെട്ട സോണിയാഗാന്ധി കൂടെ പണി കിട്ടേണ്ടി വന്നത്? ഈ ശബരിമലയിലെ സ്വർണം മോട്ടിച്ചവനും മേടിച്ചവനും അതിന്റെ ഇടനില നിന്നവനും എല്ലാം സോണിയാഗാന്ധിയുടെ കൂടെ പോയി ഇന്ന് ക്ലോസപ്പ് ഷോട്ടിൽ ചിരിച്ചോണ്ടിരിക്കുന്ന പടം ഇറങ്ങി റിലീസ് ചെയ്തു. ആര് കാരണം? ഈ കോൺഗ്രസ്സുകാർ കാരണമാണ്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന പല മണ്ടത്തരങ്ങളും കാരണം കെണിയിലാവുന്നതും കോൺഗ്രസ്സുകാർ തന്നെ. അതുപോലെ ഒന്നാണ് ഇപ്പോ ഈ പിന്നെ പോറ്റിയെ കയറ്റിയ പാട്ട് ഇങ്ങേർക്കിടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ എന്നാലോചിച്ച് പഴകുളം മധുവിനെ പോലെ ഒരു നേതാവിന് ഒന്നാമത് അവിടുത്തെ വിഭാഗീയതയുടെ അങ്ങേ അറ്റമാണ് ഈ പഴകുളം മധു. അപ്പൊ അറിയാലോ ഈ പറയുന്ന വിഭാഗീയതയുടെ ഒരു വലിയ കക്ഷിയാണ് ഇങ്ങേര്. അപ്പൊ ഈ കക്ഷിയാണ് ഇപ്പൊ വന്നിട്ട് ഈ പിന്നെ സ്വർണം കട്ടവര് കൂടെ നിൽക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ നിൽക്കുന്നു. അത് കൊണ്ടുപോയ മറ്റേ എന്താ പറയുന്ന എന്താ പേര്, നമ്മുടെ ഗോവർദ്ധനുണ്ട്, അതിന്റെ കൂടെ കൃപേഷ്, ഇവരെല്ലാം കൂടെ നിൽക്കുന്ന പടം ഇറങ്ങിയത് ആരുടെ ഇപ്പോ ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന പടം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇടതുപക്ഷം ഇതുവരെ അതിനെ ആയുധമാക്കിയിട്ടില്ല. ഇവര് തന്നെ ഇപ്പൊ കുത്തിപ്പൊക്കുവാണ്. ഇവര് ശരിക്കും ആയുധമാക്കി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കുഴിച്ച കുഴിയിൽ അവനവൻ വീഴും. കേരളത്തിൽ കയറാൻ പറ്റത്തില്ല രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കാം. പിന്നെ ഇതിനെതിരെ നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ സമരം നടന്നു. കേരളത്തിലുള്ള നിരവധി BJP നേതാക്കന്മാര് സോണിയാഗാന്ധിയുടെ വീടിന് മുന്നിൽ പോയി സമരം ചെയ്തു. എന്തിനായിരുന്നു? ആ സ്വർണം എവിടെയാണ് കൊടുത്തിരിക്കുക? കാര്യം BJP-ക്കാർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തുവാ? ഈ ഫോട്ടോ വന്നതിന് പുറകിന് BJP-ക്കാരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഇറ്റലിയിൽ ഈ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് അവിടെ വീടുണ്ട്, പിന്നെ കടയുണ്ട്. ആ കട വഴി വിറ്റഴിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഈ പറയുന്ന ജൻപതിൽ പോയി സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചാരാ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരാണെന്നേ. ഈ പാട്ടുമൊക്കെ പാടിയിട്ട് അതിന്റെ ഇടയിലാണ് ഈ പാട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. എന്തൊരു മര്യാദകേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഭക്തിയോ വിശ്വാസത്തിന്റെ ഒക്കെ കാര്യം വെക്കോട്ടെ, കോൺഗ്രസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന പാട്ടായി മാറിയിരിക്കുന്നു.
ഇപ്പൊ ഇടതുപക്ഷം ഇതിന് മിണ്ടായിരിക്കുമോ? ഇടതുപക്ഷം ഇതിന് നേരെ കൗണ്ടർ ഉണ്ടാവും, ഉം. നേരെ കൗണ്ടർ ഉണ്ടാവുകയും ചെയ്യും. ആ കൗണ്ടറുമായി ബന്ധപ്പെട്ട് നേരെ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇപ്പൊ ഏറ്റവും വലിയ ആയുധം എന്തോ CPM-ന്റെ കയ്യിലിരിക്കുന്നത്? വയനാടുമായി ബന്ധപ്പെട്ടുള്ള തുക എവിടെ എന്നൊരു ചോദ്യം പിന്നെ CPM-രുടെ കയ്യിലുണ്ടെന്നേ. അതെ. ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ഈ തന്റെ ഉള്ള ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ഈ അപ്പൊ രമ്യ ഹരിദാസ് ഉണ്ടോ? അതിന് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വേറെ ആരോപണങ്ങൾ അത്രേ ഉള്ളൂ. അതിനുള്ള ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അത് തന്നെ. ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാവണം. അങ്ങനെ ഒരു കൃത്യത ഇവർക്കില്ല. ഈ കൃത്യതയില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പം പിന്നെ പഴവള്ള മധുവിനെ കൊണ്ട് പറയാൻ പറ്റുമോ എത്ര കോടി രൂപ പിരിച്ചു എന്നുള്ള കാര്യം? ഒരു ഒറ്റ തവണ ഈ പോറ്റിയെ കയറ്റിയ പാട്ടിറക്കുന്നതിന്റെ 10-1 റിസ്ക് വേണ്ടല്ലോ. ഞങ്ങൾ ഇത്ര കോടി രൂപ പിരിച്ചിട്ടുണ്ട്, ഇത്ര കോടി രൂപ എടുത്ത് വസ്തു മേടിച്ചു, ഇത്ര കോടി രൂപയ്ക്ക് ഞങ്ങളവിടെ വീട് വെക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ പഴവള്ള മധുവിന് പറയാമല്ലോ? എന്തുകൊണ്ടാണ് ഒരു തവണ കോന്നിയിൽ നടക്കുന്ന ഒരു പിന്നെ ഇതിനകത്ത് പറയാത്ത? എന്തുകൊണ്ട് പറയില്ല? അതാണ് പ്രശ്നം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ രമ്യ ഹരിദാസ് പെണ്ണുങ്ങളെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവര് കഴിച്ച് തൊഴിലുറപ്പിനെ കണ്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതാണ് ഈ പിന്നെ ഇത് നടത്തണമെന്ന് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ചിലപ്പോൾ ഈ രമ്യ ഹരിദാസിനെ ഇറക്കി വിടും. ഇനി മേലെ ഈ കോൺഗ്രസിന്റെ 7 അയലത്ത് കണ്ടേക്കരുതെന്ന് പറയും. അത്ര ഈ മന്ദബുദ്ധികളാണോ ഞാൻ ആലോചിക്കുന്നത്? ഈ രമ്യ ഹരിദാസൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഇത്ര മണ്ടത്തരം കാണിക്കുന്നത്. ആരായിരുന്നാലും ശരി, അത് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങേ അറ്റത്തെ നീതികേടാണ്. നീതികേടെന്ന് മാത്രമല്ല, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.